ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ വിഴിഞ്ഞത്ത് വരെ പോയതിൻ്റെയാണ്. അപ്പോൾ വിഴിഞ്ഞത്ത് പോയതിന് ശേഷമുള്ള ബാക്കി വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ വിഴിഞ്ഞത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ നേരെ വന്നിരിക്കുന്നത് ട്രാവൻകൂർ മോളിലോട്ടാണ്. അപ്പോൾ മക്കളെ ഇവിടെ ഒന്ന് ഗെയിം സെക്ഷനിലോട്ടൊക്കെ കൊണ്ടുപോകാനായിട്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ സ്കൂളിൽ നിന്ന് ഈ പ്രാവശ്യം പിക്നിക്കിന് ട്രാവൻകൂർ മോളിലോട്ടാണ് പിക്നിക്കിന് വന്നിരുന്നത്. അപ്പം മക്കൾ ഈ പ്രാവശ്യം പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ അതുകൊണ്ട് പറഞ്ഞു അതിന് പകരം നമ്മൾ അവരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രോമിസ് കൊടുത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഇന്നത്തെ ദിവസം നമ്മൾ മോളിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഗെയിം സെക്ഷനിലോട്ട് പോവുകയാണ്. മോളിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഏകദേശം ഒരു ഇപ്പോൾ സമയം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. 3 മണിക്ക് ശേഷം നമുക്കിനി ഇവിടുത്തെ ഗെയിം സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയുണ്ട്. അപ്പോൾ ഓരോരോ പരിപാടികൾ തീർത്ത് പോകണം. ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ എന്താണെന്നും ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ പോകെ ഞാനെല്ലാം പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഗെയിം സെക്ഷനിൽ പോയി ഇനി അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. അവിടെ കാർഡാണ്. അപ്പോൾ കാർഡ് എടുക്കണം. കാർഡ് എടുത്ത് നമുക്കിനി ഗെയിമിലോട്ടൊക്കെ മക്കളെ കയറ്റാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം വീഡിയോയിൽ കൂടെ കാണാം. അങ്ങനെ നമ്മൾ ഗെയിം സെക്ഷനിലോട്ട് എത്തി. അപ്പം മക്കൾ ഓടിപ്പോയി തന്നെ ഓരോന്നിലോട്ട് കയറാനായിട്ട് പോയി. അപ്പം ചേട്ടൻ അപ്പോഴത്തേക്കും കാർഡ് എടുക്കാനായിട്ട് പോയി. നമ്മൾ കാർഡ് എടുത്തിട്ടാണ് ഇവിടെ ഗെയിം കയറുന്നത്. അപ്പം ചേട്ടൻ കാർഡൊക്കെ എടുത്തിട്ട് വന്നു. അപ്പോൾ അപ്പോഴത്തേക്കും മക്കൾ ഓരോരോ ഒന്നിലോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം സ്കൂളിൽ നിന്ന് ക്ലാസ്മേറ്റ്സൊക്കെ അവരും ഈ റൈഡ്സിലൊക്കെയാണ് കയറിയത്. അപ്പോൾ അതിൻ്റെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. അപ്പം ആ മക്കളെ കയറിയത് കൊണ്ട് ഇവർക്കും പേടിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു ധൈര്യത്തിൽ ആണ് മക്കളെ ഇതിലോട്ട് കയറ്റിയത്. ഇത് കുറച്ചൊന്നും ഒരു പേടിക്കുന്ന സാധനമാണ്. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഹാപ്പി ആയിട്ട്, അവർക്ക് അറിയില്ല, അവർ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ റൈഡ്സിലൊക്കെ കയറുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായി അവർ കളിച്ചിട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും, പേടിക്കുമോ അതവർ നല്ല ധൈര്യശാലികളായിട്ടിരിക്കുമോ എന്നും. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ ഇതിലൊക്കെ കയറുന്നത് എനിക്ക് കുറച്ച് പേടിയാണ്. എനിക്ക് പേടിയതിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് പെട്ടെന്ന് തല കറങ്ങുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു എല്ലാവർക്കും ഇതൊന്നും പറ്റത്തില്ല. അപ്പം ജാനി കുറച്ച് ധൈര്യശാലിയായിട്ടാണ് എല്ലാം ഇരിക്കുന്നത്. പിങ്കിക്ക് കുറച്ച് പേടി കൂടുതലും പിങ്കിക്കായിരിക്കാം കൂടുതൽ സാധ്യത. പിങ്കി പെട്ടെന്ന് പേടിക്കുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്താണെങ്കിലും നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ വൺ സൈഡ് പോയിട്ട് വന്നപ്പോൾ തന്നെ പിങ്കിക്ക് ചെറുതായിട്ട് പേടിയായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇറങ്ങാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മക്കളോട് പറഞ്ഞ് ഇറങ്ങാമെന്ന്. അപ്പോൾ ജാനിയും പിങ്കിയോട് ഇറങ്ങാൻ പറഞ്ഞപ്പം ജാനി ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. പിങ്കിയോട് പറഞ്ഞപ്പോഴും പിങ്കിയും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇരുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു പേടിയാണെങ്കിൽ ഇറങ്ങിക്കോളാം. അപ്പോൾ അവർക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഓൺ ചെയ്ത് പിന്നെ പോയിട്ടുണ്ട്.
അങ്ങനെ നെക്സ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് പേടിയായി. പിങ്കി മതിയെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പം പിന്നെ അവർ സ്റ്റോപ്പ് ചെയ്തു. അപ്പോഴത്തേക്കും പിങ്കി മതി ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും നിർത്തി ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഓരോരോ റൈഡ്സിലായിട്ടൊക്കെ കയറി. അപ്പോൾ അവർ ഹാപ്പിയായി. കാര്യം നമ്മൾ പറഞ്ഞിരുന്ന പ്രോമിസ് നമ്മൾ പാലിച്ചല്ലോ. അപ്പം നമ്മൾ മക്കൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രോമിസ് കൊടുത്താൽ നമ്മളത് പാലിക്കാൻ ശ്രമിക്കണം. കാര്യം അല്ലെങ്കിൽ അവർ പിന്നെ അത് നമ്മളങ്ങനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് പിന്നെ നമ്മളോടുള്ള ട്രസ്റ്റ് പോവും. അപ്പോൾ അവരെന്തായാലും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഓരോന്നിലൊക്കെ കയറി കളിച്ച് കഴിഞ്ഞ്
ഇനിയിപ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വരുന്നില്ല. രണ്ടുപേരും ഇവിടെ തന്നെ ഇരുന്ന് പിന്നെ ഓരോ ഗെയിമിൽ കളിച്ചിരിക്കുവാണ്. അങ്ങനെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇവിടെ നിന്ന് പോയിട്ട് നമുക്കിനി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. നമ്മളിനി ഇവിടെ നിന്ന് നേരെ ഇനി രാത്രി നമുക്ക് ഡിന്നറും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിന്ന് വീട്ടിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം നമുക്കിന്ന് രാത്രി ഡിന്നറുണ്ട്, ഡിന്നറിന് പോകാൻ. അപ്പം മക്കളെ ഒക്കെ ഡ്രസ്സൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. നമ്മളൊരു 1 ഡേ ട്രിപ്പിനായിട്ടാണിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഗെയിമാണെന്ന് പറഞ്ഞ് ഇതിലോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് ഇനി നേരെ നമുക്ക് അപ്പോഴത്തേക്കും അവർ കുറച്ച് വിശപ്പൊക്കെ ആയിട്ടുണ്ട്. വിശപ്പായപ്പോഴത്തേക്കും നമ്മൾ പിന്നെ അവരെ ഫുഡ് കോർട്ടിൽ കൊണ്ടുപോയി. പിന്നെ ഒരു ചെറിയ മിനി ബർഗറൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. അപ്പോൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ എന്നിട്ട് ഡ്രസ്സൊക്കെ വാഷ്റൂമിൽ പോയി മാറണം. അപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാനായിട്ട് കൊടുത്തിട്ട് ഞാൻ ചേഞ്ച് ചെയ്യാനായിട്ട് പോവാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി നമ്മൾ പോകുന്നത് ഹയാത്തിലാണ് പോകുന്നത്. ഹയാത്തിലാണ് നമ്മളിന്ന് ഡിന്നർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഹയാത്തിലെ ഡിന്നറിന് പോകാനുള്ള ഒരു മെയിൻ കാരണമെന്ന് പറയുന്നത് ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ് നമ്മളുടെ ലൈഫിലെ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞങ്ങൾ 4 പേരും കൂടെ ഫുൾ ഡേ നമ്മളിന്ന് ഔട്ടിങ്ങിനായിട്ട് ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പേരും ഉറക്കത്തിലായിരുന്നു. അപ്പോൾ വന്നിറങ്ങിയപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരിതുണ്ട്. ഫോട്ടോ എടുക്കാനോ നിൽക്കാനോ ഒന്നും ഒരു താല്പര്യമൊന്നുമില്ല. ഉറങ്ങി എണീറ്റതിൻ്റെ ഒരു ദേഷ്യവും കയറാനൊന്നും ഒരു താല്പര്യമില്ല എന്ന്. പിന്നെ പിങ്കി ചേട്ടനും കൂടെ കയറിപ്പോയി. പിന്നെ ഞാനും ജാനിയും കൂടെ കുറച്ചൊന്ന് സമാധാനിപ്പിച്ചിട്ട് നമ്മൾ കയറി വരികയാണ്. അപ്പോൾ ലൈറ്റൊക്കെ കണ്ടപ്പോഴത്തേക്കും വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് ആക്റ്റീവ് അല്ല, അവർ അത്ര ഹാപ്പിയൊന്നുമല്ല. അങ്ങനെ നമ്മൾ മെയിൻ എൻട്രൻസ് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ വിശാലമായിട്ടുള്ളൊരു ലോബിയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് വന്ന് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്ത് ഫുഡ് കഴിച്ചിട്ടാണെങ്കിലും കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് നമുക്ക് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പം നമ്മളിന്നിപ്പം ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 റെസ്റ്റോറൻ്റാണ് ഉള്ളത്. ഒന്ന് മലബാർ കഫേയും പിന്നെ ഓറിയൻ്റൽ കിച്ചനുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് മലബാർ കഫേയിലാണ്. അപ്പം 2 പേരും ഇപ്പം ഏകദേശം കുറച്ച് നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ അവർ ഒരു ഹാപ്പി പ്ലസൻറ്റ് മൂഡിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഡിന്നർ ടൈം ബൊഫെ സ്റ്റാർട്ട് ചെയ്യുന്നത് 7 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം വലിയ തിരക്കൊന്നുമില്ല, സമയമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ കയറി വരുന്നിടത്ത് തന്നെ നമ്മളെ വെൽക്കം ഡ്രിങ്ക് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാംഗോ, ചില്ലി, മിൻറ്റ്, സ്ട്രോബെറി മിൽക്ക് ഷേക്ക്, ലിച്ചി, ജിഞ്ചർ, അങ്ങനെ 4 ടൈപ്പ് വെറൈറ്റി ജ്യൂസാണ് നമ്മൾക്കവിടെ സെറ്റാക്കി ഇടുന്നത്. പിന്നെ നമുക്ക് സ്റ്റാർട്ടറായിട്ട് നമ്മളെ സാലഡ്സാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബ്രക്കോളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, കോളിഫ്ലവർ, ഒലീവ് അതൊക്കെയുണ്ട്. അതുകൂടാതെ സാലഡുണ്ട്, ലെറ്റോസ്, മഷ്റൂം അതൊക്കെ ഇട്ട്, പിന്നെ ആപ്പിള്, പിയർ ഒക്കെ ഇട്ടുള്ള സാലഡും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ചിക്കൻ്റെ തന്നെ സാലഡുണ്ട്, വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട്. പിന്നെ കൂടാതെ പലതരം ലെറ്റോസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഉപ്പിലിട്ടതാണ്, മുളകൊക്കെ ആണെങ്കിൽ ഉപ്പിലിട്ട് വെച്ചത് ഉണ്ട്. പിന്നെ കൂടാതെ പച്ചമുളക്, ടൊമാറ്റോ, ലെമൺ, തക്കാളി, കുക്കുംബർ അങ്ങനത്തെ കുറേ ഐറ്റംസ് നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ കേർഡ് റൈസ് ഉണ്ട്, അതുപോലെ തന്നെ ബന്നുണ്ട്. കേർഡ് റൈസ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ കുറച്ചൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്യാനായിട്ട്. കാണാൻ പറ്റുന്നത് ബീഫ്, അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ, ചിക്കൻ പോക്കറ്റ്, ഫിഷ് ഫിംഗർ അങ്ങനത്തെ കുറേ ഐറ്റംസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ സൂപ്പുണ്ട്. പിന്നെ കൂടാതെ അതിന് ചീസ് ബോൾ, ഫംഗി ചീസ് ബോൾ കേക്കുണ്ട്, കട്ട്ലറ്റ്, ടിക്ക, അതുപോലെ കപ്പ തലക്കറി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ പപ്പടവും കാര്യങ്ങളും അതും ഒക്കെ നമുക്കവിടെ
ഉണ്ട്. അതിന് ശേഷം പിന്നെ നമുക്ക് ഓർഡർ ചെയ്യുന്നതനുസരിച്ച് അവർ കുക്ക് ചെയ്ത് തരും. പിന്നെ ഇത് ലൈവായിട്ട് തന്നെ അപ്പവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂടാതെ മലബാർ ടൈപ്പ് ഫുഡാണ് കൂടുതലും നല്ല ഫുള്ള് മലബാർ ടൈപ്പ്. പിന്നെ കോണ്ടിനെൻ്റലായിട്ട് പാസ്ത തന്നെ കോണ്ടിനെൻ്റൽ പാസ്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് പറയുന്നതനുസരിച്ചിട്ട് അവർ കുക്ക് ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി. വീഡിയോസ് എടുത്തതിന് ശേഷം പിന്നെ കഴിക്കാമെന്ന് കരുതി. പിന്നെ ഇതുപോലെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇത് ജീരക പുലാവാണ്. പിന്നെ അതുപോലെ മട്ടൻ കറി ഉണ്ടായിരുന്നു, ലാമ്പ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പനീർ ടിക്ക അതും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെജിറ്റേറിയൻകാർക്കും കുറേ പനീറും കറികളും ഒക്കെ ഉണ്ടായിരുന്നു, സാലഡും ലാമ്പ്. പിന്നെ ഇതെല്ലാം കേരള റൈസാണ്. നമ്മൾ വാഴയിലയിലോട്ട് നല്ല ചൂടോടുകൂടിയുള്ള ചോറും ക്യാബേജ് തോരനും അതുപോലെ തന്നെ തലശ്ശേരി ടൈപ്പ് വെജിറ്റബിൾ കുറുമ അതുപോലെ കറി അതുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മീൻ മാങ്ങയിട്ട് വെച്ച കറി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല നാടൻ കേരള സ്റ്റൈല് കോഴിക്കറി ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മളെ ബിരിയാണിയാണ്, മട്ടൻ ബിരിയാണി. പിന്നെ ഇതൊക്കെ ഡെസേർട്ടിൻ്റെ ഐറ്റംസാണ്. കേക്കുകൾ തന്നെ ഒരുപാട് ടൈപ്പ് കേക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ സൈഡിലായിട്ട് ഈ പായസമാണ്. അപ്പോൾ പായസം, പിന്നെ അതുപോലെ തന്നെ ബർഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 ടൈപ്പ് ബർഫിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പൈനാപ്പിൾ, അതുപോലെ തന്നെ മസ്കിൻ മെലൻ, വാട്ടർമെലൻ, പിന്നെ ബർഫി ഉണ്ടായിരുന്നു, ലഡു ഉണ്ടായിരുന്നു, പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഐസ്ക്രീം തന്നെ കുറേ ഫ്ലേവർ ഐസ്ക്രീം ഉണ്ടായിരുന്നു. സ്ട്രോബെറി ഉണ്ടായിരുന്നു, ബ്ലാക്ക് കറണ്ട്, അതുപോലെ തന്നെ വാനില, മാംഗോ, ചോക്ലേറ്റ്, ബട്ടർ സ്കോച്ച്, അങ്ങനെ കുറേ ടൈപ്പ്. പിന്നെ നമുക്ക് ടോപ്പിങ്ങിന് ഇടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും അതൊക്കെ നമുക്ക് അതിലോട്ടിട്ട് ടോപ്പ് ചെയ്ത് കഴിക്കാം. പിന്നെ കേക്ക് ഉണ്ടായിരുന്നു. കേക്ക് ഇത് കോഫി ജെല്ലി മൂസ് കേക്കായിരുന്നു. അതുതന്നെ ചോക്ലേറ്റ് കേക്കും ഉണ്ടായിരുന്നു. പിന്നെ പൈനാപ്പിൾ കേക്ക്, ബ്ലാക്ക് കറണ്ടിൻ്റെ കേക്ക് ഉണ്ടായിരുന്നു. കേക്കിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി, വാനിലയുടെ കേക്കും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ കേക്കും, അങ്ങനെ ഒരുപാട് ടൈപ്പ് കേക്കുകൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്കൊക്കെ കേക്കും അതുപോലത്തെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലിഷ്ടം. അപ്പോൾ ഞാനിനി ഫുഡ് കഴിക്കാനായിട്ട് പോകണം. അപ്പം ആദ്യം ഞാൻ എടുത്തത് ഇതൊക്കെയാണ്. ആദ്യം കഴിക്കാനായിട്ട് ജസ്റ്റ് സ്റ്റാർട്ടറായിട്ട് എടുത്തത്, പിന്നെ മെയിൻ കോഴ്സായിട്ട് എടുത്തത് ഇതാണ്. പിന്നെ അധികമൊന്നും നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മക്കൾക്കൊക്കെ കൊടുത്ത്, അവർക്കും വലുതായിട്ട് അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. കാര്യം അവിടെ നിന്ന് ഇറങ്ങുന്നതിന് കുറച്ച് മുമ്പ് ബർഗറൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഉറക്കമൊക്കെ ഉണർന്നാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ട് അവർക്ക് ഇങ്ങനെ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവർക്ക് അത്യാവശ്യം സ്വീറ്റ്സും അതുപോലെ ഡെസേർട്ട്സൊക്കെയാണ് അവർ കൂടുതലും കുറച്ചെങ്കിലും കഴിച്ചത്. അതാണ് കേക്ക്. പിങ്കിക്ക് കുറച്ച് കേക്കൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിങ്കി കേക്കൊക്കെ കഴിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. ഞാനും ഏകദേശം ഫിനിഷ് ചെയ്ത്. അപ്പം ചേട്ടനാണെങ്കിൽ ബിരിയാണിയും അതുപോലെ മീനും ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഐസ്ക്രീം കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാനിപ്പോൾ ഒരു 3 ഫ്ലേവർ എടുത്തു. ഞാൻ എല്ലാ ഫ്ലേവറും ട്രൈ ചെയ്തായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് സ്ട്രോബെറിയും അതുപോലെ തന്നെ ബ്ലാക്ക് കറണ്ടിൻ്റെയാണ്. അപ്പം മലബാർ കഫേയിലായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിന്നറ്. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഡിന്നറായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം നമ്മളിനി പുറത്തോട്ട് ഇറങ്ങുവാണ്. അപ്പം പിങ്കിയും ജാനിയൊക്കെ വന്നപ്പോൾ അത്ര വലിയ മൂഡല്ലായിരുന്നു. എന്തായാലും ഇറങ്ങാൻ നേരത്തെ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനിയിപ്പം പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ സമയം ഇപ്പം ഏകദേശം ഒരു 9 മണി 9:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മൾ ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിട്ട് നമ്മളിവിടെ എത്തിയതാണ്. അപ്പോൾ നമ്മുടെ 11ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മൾ അടിച്ച് പൊളിച്ചു. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഹയാത്ത് റീജൻസിയിൽ. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ വളരെ നല്ലൊരു ദിവസമായിരുന്നു. ഇന്നൊരു ഡേ ഫുള്ള് നമ്മൾ എൻജോയ് ചെയ്ത് ബോട്ടിങ് അതുപോലെ തന്നെ മക്കളെ കളിക്കാനൊക്കെ കൊണ്ടുപോയി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് അവർ 11th വെഡ്ഡിങ് ആനിവേഴ്സറി. മെനി മോർ ടു ഗോ. അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.